ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സോഷ്യോളജി ഫസ്റ്റ് സെമ്മിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി വരുന്ന ഞായറാഴ്ച എക്സാം നടക്കാനിരിക്കുന്ന വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ്സാണിത് നമ്മൾ ഇന്ന് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റിൽ നിന്ന് വരുന്നതാണ്. അത് നിങ്ങൾ പുസ്തകം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചോദ്യം ഇതാണ്: വാട്ട് ഈസ് ദ അജിൽ പാരാഡിം? ഡിസ്കസ് ദ 4 ഫങ്ഷണൽ പ്രീ റിക്വസൈറ്റ്സ് ഫോർ ഓൾ സോഷ്യൽ സിസ്റ്റംസ് എന്നാണ്. അതായത് എന്താണ് അജിൽ മാതൃക? എല്ലാ സാമൂഹിക വ്യവസ്ഥകൾക്കും 4 പ്രവർത്തനപരമായ മുൻവ്യവസ്ഥകൾ ചർച്ച ചെയ്യുക. പ്രീ റിക്വസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രവർത്തനപരമായ മുൻവ്യവസ്ഥകൾ എന്നാണ് കേട്ടോ. അത് നമ്മളോട് ചർച്ച ചെയ്യാൻ. പക്ഷെ നമുക്കിത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എസ്സേ എഴുതാൻ, ഒരു 10 മാർക്കിന് എസ്സേ എഴുതാൻ മാത്രമൊന്നും നമ്മളെ സിലബസിലില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്തേ പറ്റുമോ? ഇങ്ങനെ ചോദ്യം വന്നാൽ നമ്മൾ എഴുതിയല്ലേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം സോഷ്യൽ സിസ്റ്റത്തെക്കുറിച്ച് കുറച്ച് എഴുതിയിട്ട് അതിൻ്റെ ഡെഫിനിഷൻസൊക്കെ അപ്പോൾ അതിൽ ചേർത്തിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ എന്നാണോ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് മാത്രം നിങ്ങളോട് എക്സാമിൽ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കിട്ടും. എന്നിട്ട് നമ്മൾ ആ ഘട്ടം ഘട്ടമായിട്ട് ഓരോരുത്തരുടെ ഡെഫിനിഷൻസ് പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരണം. നമ്മുടെ ഇതിൻ്റെ, അതായത് പാരാഡിം, ടാൽക്കോട്ട് പാർസൺസിൻ്റെയാണ് അജിൽ പാരാഡിം. ആ മാതൃകയിലേക്ക് നമ്മളിങ്ങോട്ട് എത്തണം കേട്ടോ. നോക്കാം നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യണം എന്നത്. അപ്പോൾ നമ്മളതിന് ആൻസർ കൊടുക്കുമ്പോൾ, ഹെർബർട്ട് സ്പെൻസർ സമൂഹത്തെ ഒരു ജീവിയോട് താരതമ്യം ചെയ്തും ഒരു ജീവിയുടെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങൾ അതിൻ്റേതായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ശരീരം ശരിയായി പ്രവർത്തിക്കുന്നു, അതുപോലെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ അതിൻ്റേതായ പ്രവർത്തനങ്ങൾ ശരിയായി നിർവഹിക്കുമ്പോൾ സമൂഹം ചിട്ടയോട് കൂടിയതും ക്രമമായതുമായിട്ട് മാറും. പ്രവർത്തനങ്ങളിൽ വീഴ്ച വരുത്തുമ്പോൾ ജീവിയാണെങ്കിലും സമൂഹമാണെങ്കിലും പ്രവർത്തനം തകരാറിലാകും എന്നാണ് സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ മോണ്ടസ്ക്യൂവിൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യ വ്യവസ്ഥ അദ്ദേഹം അവതരിപ്പിക്കുന്നത് സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്നിച്ചു വരുന്നതാണ് സാമൂഹിക സമ്പ്രദായം എന്നാണ്. സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും ഒന്നിച്ചു ചേരുന്നതാണ് സാമൂഹിക സമ്പ്രദായം എന്നാണ് മോണ്ടസ്ക്യൂ പറയുന്നത്. പങ്കുവെക്കപ്പെടുന്ന സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും അർത്ഥങ്ങൾക്കും അനുസൃതമായി വ്യക്തികൾ പരസ്പരം ഇടപഴകുന്നതിൻ്റെ ഒരു ബഹുസ്വരത, അതായത് ഒരു വ്യത്യസ്തതകളുടെ കൂടിച്ചേരൽ ഒരു സാമൂഹിക വ്യവസ്ഥയെ അല്ലെങ്കിൽ ഒരു ബഹുസ്വരതയായിട്ട് സാമൂഹിക വ്യവസ്ഥയെ കാണാം. അതായത് ഇപ്പോൾ വിവിധ സംസ്കാരങ്ങൾ ആളുകൾ പങ്കുവെക്കും, വിവിധ സമൂഹങ്ങളിലുള്ള ആളുകൾ വിവിധ സംസ്കാരങ്ങൾ പങ്കുവെക്കും. അവരുടെ സാംസ്കാരിക മാനദണ്ഡങ്ങൾക്കും അർത്ഥങ്ങൾക്കും അനുസൃതമായിട്ട് വ്യക്തികൾ പരസ്പരം ഇടപഴകുന്നതിൻ്റെ ഒരു ബഹുസ്വരത, അതാണ് എന്ത് സാമൂഹ്യ വ്യവസ്ഥ എന്നാണ് ആര് പറയുന്നത്? സോഷ്യൽ സിസ്റ്റം എന്ന് WFO പറയുന്നു. ഒരു നിശ്ചിത പരിധിയിലുള്ള സാഹചര്യത്തിൽ 2 അതിലധികമോ വ്യക്തികൾ നേരിട്ടോ അല്ലാതെയോ ഇടപഴകുന്നതാണ് സാമൂഹ്യ വ്യവസ്ഥ എന്നാണ് സോഷ്യോളജിസ്റ്റായ ഡങ്കൻ മിച്ചൽ പറയുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു പുതിയ മാതൃക തന്നെയാണ് ടാൽക്കോട്ട് പാർസൺസ് അവതരിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോരാ. അപ്പോൾ നമുക്ക് എങ്ങനെ എന്നിട്ട് ടാൽക്കോട്ട് പാർസൺസിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. എന്താണ്? സാമൂഹ്യ വ്യവസ്ഥിതിയുടെ ഒരു വ്യവസ്ഥാപിത സിദ്ധാന്തം രൂപപ്പെടുത്തിയ ആദ്യത്തെ സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ടാൽക്കോട്ട് പാർസൺസ്. അദ്ദേഹം തൻ്റെ അജിൽ മാതൃകയുടെ ഒരു ഘടകം എന്ന നിലയിലാണ് ഇത് നേടിയെടുത്തത്. പാർസൺസ് പറയുന്നത് സാമൂഹ്യ വ്യവസ്ഥ ഉപവ്യവസ്ഥകളുടെ ഒരു കൂട്ടമാണ് എന്നാണ്. സാമൂഹ്യ വ്യവസ്ഥയെ നിർവചിക്കാനുള്ള പ്രധാന ഘടകങ്ങളാണ് ഭാഷയും സംസ്കാരവും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. സ്ഥിരമായൊരു സാമൂഹ്യ ജീവിതം നിലനിർത്തുന്നതിന് സഹായകമായ സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ളൊരു ശ്രമമായിരുന്നു പാർസൺസിൻ്റെ അജിൽ മോഡൽ അല്ലെങ്കിൽ അജിൽ പാരാഡിം. പാർസൺസിൻ്റെ അജിൽ മോഡലിൻ്റെ രൂപരേഖ വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങളാണ്. ഒന്ന് ദ സ്ട്രക്ചർ ഓഫ് സോഷ്യൽ ആക്ഷൻ, രണ്ടാമത്തത് ദ സോഷ്യൽ സിസ്റ്റം. സമൂഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത എല്ലാ സാമൂഹ്യ വ്യവസ്ഥകൾക്കും 4 പ്രവർത്തനപരമായ മുൻവ്യവസ്ഥകൾ ഉണ്ടെന്നാണ് അതിലൂടെ പാർസൺസ് അവതരിപ്പിക്കുന്നത്. ആ 4 മുൻവ്യവസ്ഥകളുടെ ആദ്യത്തെ അക്ഷരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അതിനെ അജിൽ മോഡൽ അല്ലെങ്കിൽ അജിൽ പാരാഡിം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ഇനി ആ 4 മുൻവ്യവസ്ഥകൾ? ഒന്ന് അഡാപ്ഷൻ, അതിലെ A ആണ് അജിലിലെ A എന്ന് വരുന്നത്. അഡാപ്ഷൻ എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടൽ. രണ്ടാമത്തത് ഗോൾ അറ്റൈൻമെൻ്റ് ആണ്. ഗോൾ അറ്റൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യപ്രാപ്തി അല്ലെങ്കിൽ ലക്ഷ്യം നേടൽ. അതിൽ G ആണ് അജിലിലെ G ആയിട്ട് വരുന്നത്. മൂന്നാമത്തത് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സംയോജനം, കൂടിച്ചേരൽ. അതാണ് ഇൻ്റഗ്രേഷൻ, സംയോജനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അതിൽ വരുന്ന 4ാമത്തെ ഘടകമാണ് ലാറ്റൻറ്റ് പാറ്റേൺ മെയിൻ്റനൻസ്. ലാറ്റൻറ്റ് പാറ്റേൺ മെയിൻ്റനൻസ് പറഞ്ഞാൽ ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണിൻ്റെ പരിപാലനം. ഇങ്ങനെ 4 കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ആദ്യത്തെ 4 അക്ഷരങ്ങളെ ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അജിൽ എന്ന ഒരു പേര് ഉണ്ടാക്കിയത്. അജിൽ പാരാഡിം അഥവാ അജിൽ മോഡൽ എന്ന് ഇത് അറിയപ്പെടുന്നു.
പ്രകൃതി പരിസ്ഥിതിയുമായിട്ട് ഇടപഴകാനുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ കഴിവാണ് ഇതിലെ അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട്. അതെന്താ പ്രകൃതി പരിസ്ഥിതിയുമായി ഇടപഴകാനുള്ള മനുഷ്യൻ്റെ കഴിവ് പറഞ്ഞാൽ ഏതൊരു അവസ്ഥ പരിസ്ഥിതിയിലുണ്ടായാലും അതുമായിട്ട് മനുഷ്യന് ഇടപഴകാൻ കഴിയണം. ആ ഒരു കഴിവിനെയാണ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ പൊരുത്തപ്പെടൽ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിലെ എ ആയില്ലേ. ഇനി രണ്ടാമത് ഭാവി ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നതിനും അവ നേടിയെടുക്കുന്നതിനുമുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മനുഷ്യൻ്റെ കഴിവാണ് ലക്ഷ്യപ്രാപ്തി അല്ലെങ്കിൽ ഗോൾ അറ്റൈൻമെൻറ്റ്. അതാണ് ജി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ സമന്വയം എന്ന് പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തിൻ്റെ മൂല്യങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും കൂടിച്ചേരലാണ് അദ്ദേഹം സങ്കല്പിക്കുന്നത്. അത് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഐ അല്ലേ, AGII. ഇനി ലാറ്റൻ്റ് പാറ്റേൺ മെയിൻ്റനൻസ് എന്നത് സമൂഹത്തോടുള്ള സംയോജനം നിലനിൽക്കുന്നതിനുള്ള വൈവിധ്യമാർന്ന വെല്ലുവിളികളെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? സമൂഹത്തോടുള്ള സംയോജനം നിലനിർത്തുന്നതിനുള്ള വൈവിധ്യമാർന്ന വെല്ലുവിളി. മനുഷ്യൻ സമൂഹത്തോട് സംയോജിച്ചുകൊണ്ടാണ് എപ്പോഴും, സമൂഹമില്ലാത്ത മനുഷ്യനില്ലല്ലോ അല്ലേ. അപ്പം അതിനോട് സംയോജിക്കാൻ ഒരുപാട് വെല്ലുവിളികളെ മനുഷ്യൻ തരണം ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വെല്ലുവിളികൾക്കുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലാണുള്ളത്. അതിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ അല്ലേ. എന്താണ് ഒളിഞ്ഞിരിക്കുന്ന പാറ്റേണിൻ്റെ പരിപാലനം എന്നല്ലേ പറഞ്ഞത്. അതാണ് ലാറ്റൻ്റ് പാറ്റേൺ മെയിൻ്റനൻസ്. ഇതാണ് അജിൽ മാതൃക അല്ലെങ്കിൽ അജിൽ മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ആരുടെ തിയറിയാണ്? ടാൽക്കോട്ട് പാർസൺസിൻ്റെ തിയറിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഇത് നമുക്കൊരു എസ്സേ ആയിട്ട് കൊടുക്കുക, ഒരു 10 മാർക്കിന് എഴുതാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇത്രയും എഴുതിയിട്ടൊരു കൺക്ലൂഷൻ എന്നോണം നമ്മളിനി എന്ത് കൊടുക്കണം? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം കൊടുക്കണം. അതായത് സാമൂഹ്യ വ്യവസ്ഥയുടെ സ്വഭാവ സവിശേഷതകൾ അതിനൊരു കൺക്ലൂഷനായിട്ട് കൊടുക്കണം. ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ 2 അതിൽ കൂടുതലോ വ്യക്തികൾ അത്യാവശ്യമാണ്. വ്യക്തികൾ തമ്മിൽ സാധാരണ സാമൂഹിക ഇടപെടൽ ഉണ്ടാവുകയും വേണം. ഒരു സാമൂഹ്യ വ്യവസ്ഥയിലെ എല്ലാ വ്യക്തികളും മറ്റുള്ളവർ അവരോട് എങ്ങനെ ഇടപഴകുന്നു എന്നതിനനുസരിച്ച് പെരുമാറുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നു. ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ ഒരു വ്യക്തി അവർ തലമുറകളായി പങ്കിട്ടു പോരുന്ന മൂല്യങ്ങളും മാനദണ്ഡങ്ങളും പിന്തുടരാൻ പ്രേരിപ്പിക്കപ്പെടുന്നു. പൊതുവെ ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ എല്ലാ വ്യക്തികളും പൊതുവായ ലക്ഷ്യങ്ങൾ, പ്രതിഫലങ്ങൾ എന്നിവയുടെ പൂർത്തീകരണത്തിൻ്റെ നേട്ടത്തിന് അനുസൃതമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആശയം എന്ന നിലയിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥ മുഴുവൻ സമൂഹത്തെയും അല്ലെങ്കിൽ സാമ്പത്തിക, രാഷ്ട്രീയ, നീതിന്യായ വ്യവസ്ഥകൾ പോലുള്ള വിവിധ ഉപവ്യവസ്ഥകളെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. എല്ലാ സാമൂഹ്യ വ്യവസ്ഥകളും സമൂഹത്തിലെ മറ്റു വ്യവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു അതിർത്തി ഉൾക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. ഇത്രയും പറഞ്ഞാലുള്ളൂ നമുക്കതിൻ്റെ എസ്സേൻ്റെ ആൻസറായിട്ടൊരു 10 മാർക്കിനുള്ളതാവുക. ഇത്രയും നിങ്ങൾ ആ എസ്സേയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇതിന്ന് നമുക്ക് എന്ത് കിട്ടി? ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സിസ്റ്റം എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആ കൺക്ലൂഷനായിട്ട് കൊടുക്കേണ്ട പാരഗ്രാഫാണ് സാമൂഹ്യ വ്യവസ്ഥയുടെ സ്വഭാവ സവിശേഷതകൾ. ആ ആൻസർ കൂടി നമുക്കതിൽ നിന്ന് കിട്ടുകയാണ്. പിന്നെ മാത്രമല്ല അജിൽ പാരാഡിമിനെ കുറിച്ച് അല്ലെങ്കിൽ അജിൽ മോഡലിനെ കുറിച്ചിട്ട് നമ്മളോട് 4 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അത് നമുക്ക് എഴുതാൻ കിട്ടി. സോഷ്യൽ സിസ്റ്റത്തിൻ്റെ നിർവചനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ 3-4 ആളുകളുടെ പറഞ്ഞില്ലേ, ഹെർബർട്ട് സ്പെൻസറിൻ്റേതോ മോണ്ടസ്ക്യൂവിൻ്റെയൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ആളുകളുടെ നിർവചനങ്ങൾ നമുക്ക് അത് മാത്രമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിന് ആൻസർ എഴുതാൻ കിട്ടി. ഇനി ഇതിന്ന് നിങ്ങൾ ഈ 3ാമത്തെ യൂണിറ്റ് മാത്രം പ്രത്യേകത്ത് പറയാൻ കുറച്ച് എസ്സേ വരുന്നതുകൊണ്ട് അതുകൊണ്ട് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് എക്സാമിൻ ദ കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഫങ്ഷൻ. സാമൂഹിക ധർമ്മം എന്ന സങ്കല്പത്തെക്കുറിച്ച് പരിശോധിക്കുക എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് അത് എഴുതുന്നു. അത് അല്ലാതെ അതേ സംഭവം തന്നെ വേറൊരു രീതിക്ക് ചോദിക്കുക. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാനിഫെസ്റ്റ് ആൻഡ് ലാറ്റൻ്റ് ഫങ്ഷൻസ്. അതായത് മാനിഫെസ്റ്റ് ഒളിഞ്ഞിരിക്കുന്നതും ബാഹ്യവുമായിട്ടുള്ള ഫങ്ഷനുകൾ എന്താണെന്ന് അത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്ന് പറയാനാണ്. അപ്പോൾ അതും കൂടി അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് 2 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ കിട്ടും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് കുറേ ആൻസർ കിട്ടുമെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ ഇതുമായിട്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കുക, എന്താണ് സോഷ്യൽ ഫങ്ഷൻ, എന്താണ് സാമൂഹ്യധർമ്മം. ടാൽക്കോട്ട് പാർസൺസും ഹെർബർട്ട് സ്പെൻസറും സമൂഹത്തിനൊരു ജീവിയെ പോലെ വിവിധ ഭാഗങ്ങളുണ്ടെന്നും അവ ഓരോന്നും കൃത്യമായി പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിനൊരു കൃത്യമായ ക്രമം കിട്ടുമെന്നും അല്ലാത്ത പക്ഷം സമൂഹത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമെന്നും പറയുന്നു. എമിലി ഡർക്കീം 1895 പ്രസിദ്ധീകരിച്ച റോൾ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ്, 1 വേർഡിന് ആൻസർ വരും കേട്ടോ. എമിലി ഡർക്കീം 1895 പ്രസിദ്ധീകരിച്ച റോൾ ഓഫ് സോഷ്യോളജിക്കൽ മെത്തേഡ് എന്ന ഗ്രന്ഥം സമൂഹത്തെ ഇതുപോലെ ഒരു ജീവിയോട് ഉപമിച്ചാണ് സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാന്തം ഓർഗാനിക് സോളിഡാരിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓർഗാനിക് സോളിഡാരിറ്റി എന്താണെന്ന് 2 മാർക്കിനോ 1 മാർക്കിനോ ചോദിച്ചാൽ നമുക്ക് ആൻസർ കിട്ടി അല്ലേ. എന്താണ്? എമിലി ഡർക്കീമിൻ്റെ തിയറിയാണ് സമൂഹത്തൊരു ജീവിയോട് താരതമ്യം ചെയ്തുകൊണ്ടുള്ള ചിന്താഗതിയാണ് ഓർഗാനിക് സോളിഡാരിറ്റി എന്ന് പറയുന്നത്. നിലവിലുള്ള ഒരു സംവിധാനത്തിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കപ്പെടുകയോ ഉള്ളതിനെ ക്രമീകരിക്കുകയോ ചെയ്യുമ്പോൾ കാണാൻ കഴിയുന്ന പ്രത്യാഘാതങ്ങളാണ് സോഷ്യൽ ഫങ്ഷൻസ് എന്നാണ് റോബർട്ട് കെ മർട്ടൺ പറയുന്നത്.
അതായത് ഫങ്ഷണലിസം അഥവാ പ്രവർത്തനവാദം എന്ന് പറയുന്നത് സമൂഹത്തിലെ വ്യത്യസ്ത വ്യവസ്ഥിതികൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിന് അതിൻ്റേതായ ഒരു ഘടന ലഭിക്കുന്നു എന്ന തിയറിയാണ്. ഇങ്ങനെയാണ് സമൂഹത്തിൻ്റെ വ്യത്യസ്ത വ്യവസ്ഥിതികൾ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ സമൂഹത്തിൻ്റേതായ ഒരു ഘടന ലഭിക്കുന്നു എന്ന ചിന്താധാരയാണ് അല്ലെങ്കിൽ ചിന്താഗതിയാണ് എന്ത് സോഷ്യൽ ഫങ്ഷൻ അല്ലെങ്കിൽ ഫങ്ഷണലിസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൊണ്ടുവന്നത് ആരാണ്? റോബർട്ട് കെ മർട്ടനാണ്. അപ്പോൾ അത് വൺ വേർഡിന് ആൻസർ ആയില്ലേ. റോബർട്ട് കെ മർട്ടൻ ഫങ്ഷണലിസ്റ്റ് തിയറിയെ നവീകരിച്ചു. നേരത്തെ ഉള്ള തിയറിയാണ്, അതിനൊന്ന് നവീകരിച്ചത് റോബർട്ട് കെ മർട്ടനാണ്. അദ്ദേഹം മാനിഫെസ്റ്റ് ഫങ്ഷൻ, ലാറ്റന്റ് ഫങ്ഷൻ എന്നിങ്ങനെ ഫങ്ഷനെ രണ്ടായിട്ട് തിരിച്ചു. പറഞ്ഞില്ല, ഒരു ആൻസർ കൂടി കിട്ടും. സമൂഹത്തിൽ ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. ഇതിൽ സാമൂഹിക ഘടനയുടെ അംഗീകൃതവും ഉറച്ചതുമായ പ്രവർത്തനങ്ങളെ പ്രകടമായ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ഫങ്ഷൻ എന്ന് പറയും. അപ്പം മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബാഹ്യമായത് അല്ലെങ്കിൽ പുറത്ത് നമുക്ക് പുറമേക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. എന്താണ് അതായത് മലയാളം എന്താണ്? പ്രകടമായ പ്രവർത്തനങ്ങൾ എന്നാണ്. അപ്പോൾ എന്താണ് പ്രകടമായ പ്രവർത്തനങ്ങൾ? സമൂഹത്തിൽ ഓരോ സ്ഥാപനത്തിനും അതിൻ്റേതായ ധർമ്മമുണ്ട്. ഇതിൽ സാമൂഹിക ഘടനയുടെ അംഗീകൃതവും ഉറച്ചതുമായ പ്രവർത്തനങ്ങളെയാണ് എന്ത് പറയുക? പ്രകടമായ പ്രവർത്തനങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് മാനിഫെസ്റ്റ് ഫങ്ഷൻ. പിന്നെ രണ്ടാമത് പറഞ്ഞത് എന്താണ്? ലാറ്റന്റ് ഫങ്ഷനാണ്. ലാറ്റന്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സാമൂഹിക ഘടനയുടെ തിരിച്ചറിയപ്പെടാത്തതും ഉദ്ദേശിക്കപ്പെടാത്തതുമായ പ്രവർത്തനങ്ങളെ ഒളിഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലാറ്റന്റ് ഫങ്ഷൻ എന്ന് പറയും. എന്താണ്? ഏതെങ്കിലും സാമൂഹിക ഘടനയുടെ തിരിച്ചറിയപ്പെടാത്തതും ഉദ്ദേശിക്കപ്പെടാത്തതുമായ പ്രവർത്തനങ്ങളെയാണ് ഒളിഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ലാറ്റന്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. മർട്ടൻ്റെ മറ്റൊരു പ്രധാന തിയറിയാണ് മിഡിൽ റേഞ്ച് തിയറി എന്നത് കേട്ടോ. വൺ വേർഡ് ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു വൺ വേർഡാണ്. എന്താണ്? മർട്ടൻ്റെ ഒരു പ്രധാന തിയറി. രണ്ട് പ്രധാന തിയറികൾ. ഒന്നെന്താണ്? ഒന്ന് സോഷ്യൽ ഫങ്ഷനാണ്, ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറയും. രണ്ടാമത്തേത് ഏതാണ്? മിഡിൽ റേഞ്ച് തിയറിയാണ്. നമുക്ക് പഠിക്കാറില്ല, ചിലപ്പോൾ വൺ വേർഡ് ചോദിക്കും, മിഡിൽ റേഞ്ച് തിയറി. അപ്പോൾ ഇത്രയും ഇതിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ.